ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന എന്നാൽ ഏറ്റവും വലിയ ഒരു സത്യത്തെക്കുറിച്ചാണ്. നമ്മുടെ കൂടെയുള്ള ഓരോ വ്യക്തിക്കും, അത് നമ്മുടെ അച്ഛനാകാം, അമ്മയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, സുഹൃത്താകാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളാകാം, അവർക്ക് ഓരോരുത്തർക്കും നമ്മോടൊപ്പമുള്ള ഒരു അവസാന ദിവസമുണ്ട്. ഇത് ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മൾ സ്നേഹിക്കുന്നവർ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ വെറുതെ മോഹിക്കും. പക്ഷേ കാലം ആരെയും കാത്തു നിൽക്കില്ല. ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ വ്യക്തിയെ ഒന്ന് നോക്കൂ. ആ ചിരി, ആ സംസാരം, ആ സാമീപ്യം, ഇതെല്ലാം എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരു ദിവസം വരാനുണ്ട്. ഈ ചിന്ത നിങ്ങളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ഈ നിമിഷത്തെ ഏറ്റവും മനോഹരമായി ആഘോഷിക്കാൻ പ്രേരിപ്പിക്കാനാണ് ഞാൻ ഇന്നിവിടെയുള്ളത്. ഇന്നത്തെ നിമിഷം. നമ്മൾ പലപ്പോഴും നാളെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ കൈവിട്ടു പോകുന്നത് ഇന്നത്തെ നിമിഷങ്ങളാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവരോട് ദേഷ്യപ്പെടാനും പരിഭവിക്കാനും നമുക്ക് ഒരുപാട് സമയമുണ്ട്. എന്നാൽ അവർ പോയിക്കഴിഞ്ഞാലോ? ഒരു നിമിഷം അവരെ കാണാൻ വേണ്ടി നമ്മൾ ലോകം മുഴുവൻ നൽകാൻ തയ്യാറാകും. ഓരോ സംഭാഷണവും നിങ്ങളുടെ അവസാനത്തേതാണെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ വാക്കുകളിൽ സ്നേഹം നിറയും, ദേഷ്യം മായും. കൂടെയുള്ളവരുടെ വില അവർ അരികിലുള്ളപ്പോൾ മനസ്സിലാക്കുക എന്നതാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മെ കൈപിടിച്ച് നടത്തിയവർ, നമ്മുടെ ഓരോ തളർച്ചയിലും താങ്ങായവർ, അവർ മെല്ലെ മെല്ലെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയാണ്. അവരുടെ ഓരോ ചുളിവുകളും ഓരോ നരച്ച മുടിയും ഓർമ്മിപ്പിക്കുന്നത് അവർക്ക് നിങ്ങളോടൊപ്പമുള്ള സമയം കുറഞ്ഞു വരുന്നു എന്നാണ്. പണ്ട് നിങ്ങൾ ചോദിച്ച 1000 ചോദ്യങ്ങൾക്ക് മടുപ്പില്ലാതെ മറുപടി നൽകിയവരോട് ഇന്ന് അവർ ആവർത്തിച്ചു ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകാൻ നമുക്ക് ക്ഷമയില്ല. ഓർക്കുക, അവരുടെ ലോകം നമ്മളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ കുറച്ച് സമയമാണ്. ആ അവസാന ദിവസം വരുന്നതിന് മുൻപ് അവർക്ക് നൽകാവുന്ന അത്ര സ്നേഹം നൽകുക. സൗഹൃദങ്ങൾ, കൂട്ടുകാർക്കൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ഒരു സമ്പാദ്യമാണ്. ജീവിതത്തിരക്കുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും പഴയ ചങ്ങാത്തങ്ങളൊക്കെ മറന്നുപോകും. ഒരു ഫോൺ കോളിലോ മെസ്സേജിലോ ഒതുങ്ങുന്നതല്ല ബന്ധങ്ങൾ. നാളെ അവർ ഇല്ലാത്ത ഒരു ലോകത്ത് അവരുടെ ഓർമ്മകൾ മാത്രം ബാക്കിയാകുമ്പോൾ അന്ന് എനിക്കൊന്ന് കാണാമായിരുന്നു എന്ന് നിങ്ങൾ വിഹരിക്കാതിരിക്കട്ടെ. പിണക്കങ്ങൾ മാറ്റിവെച്ച് അവരെ ചേർത്ത് പിടിക്കുക. കാരണം ചിരിക്കാനും തമാശകൾ പങ്കിടാനും ഈ നിമിഷം അത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ ജീവിതയാത്രയിൽ തണലായി നിൽക്കുന്ന ആൾക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട്. ചെറിയ വഴക്കുകൾക്കും വാശികൾക്കും പിന്നാലെ പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് വിലപ്പെട്ട സമയമല്ലേ? അവർക്കൂടെയുള്ളപ്പോൾ അവരുടെ സാന്നിധ്യം ആസ്വദിക്കൂ. പരസ്പരം പഴിചാരാതെ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം ആ കൈകൾ നമ്മുടെ കൈകളിൽ നിന്ന് വിട്ടുപോകും. അന്ന് മനന്നൊന്ന് കരയുന്നതിനേക്കാൾ നല്ലത് ഇന്ന് അവർക്ക് വേണ്ടി ഒരു പുഞ്ചിരി നൽകുന്നതാ. നമ്മുടെ മക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ വിരൽ തൂങ്ങി നടക്കുന്നത് അവർക്ക് നമ്മളെ അത്രമേൽ ആവശ്യമായതുകൊണ്ടാണ്. എന്നാൽ ഓരോ ദിവസവും അവർ വളരുകയാണ്. അവരുടെ ആ കൊഞ്ചലും കുഞ്ഞു പരാതികളും നിങ്ങളോടുള്ള ആ നിഷ്കളങ്കമായ സ്നേഹവും എന്നും ഇങ്ങനെ ഉണ്ടാകില്ല. ഒരു ദിവസം അവർ അവരുടെ സ്വന്തം ചിറകിലേറി പറന്നും പോകും. ജോലി തിരക്കുകൾക്കിടയിൽ അവർക്ക് നൽകാൻ മാറ്റിവെച്ച സമയം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. അവർക്ക് വേണ്ടത് പണമോ കളിപ്പാട്ടങ്ങളോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ സാന്നിധ്യമാണ്. അവരുടെ ആ കൊച്ചു സന്തോഷങ്ങൾ പങ്കുചേരാനുള്ള അവസാന അവസരങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അപരിചിതർ, നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും ഒരു നിയോഗമുണ്ട്. ചിലർ ഒരു പാഠം പഠിപ്പിക്കാൻ വരുന്നു, ചിലർ നമുക്ക് താങ്ങായി മാറുന്നു. പലപ്പോഴും അപരിചിതരായ ആൾക്കാരോട് പോലും നല്ല രീതിയിൽ പെരുമാറാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയും ഏതെങ്കിലും ഒരു വലിയ പോരാട്ടത്തിലൂടെ കടന്നു പോകുന്നവരാകാം. ഒരുപാട് ടെൻഷനുള്ളവരാകാം, സ്ട്രെസ് ഉള്ളവരാകാം. ഒരു പുഞ്ചിരിയോ അല്ലെങ്കിൽ സുഖാണോ എന്നൊരു ചോദ്യമോ മതിയാകും ഒരാളുടെ ആ ദിവസത്തെ പ്രകാശഭരിതമാക്കാൻ. നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസാന ദിവസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ചകൾ എപ്പോഴും മനോഹരമായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയാവോ? അത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഈ ലോകത്ത് ഒരു അവസാന ദിവസമുണ്ട്. നമ്മെ തന്നെ സ്നേഹിക്കാനും നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താനും മറക്കരുത്. ഉള്ളിലുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും തിരിച്ചറിയുക. മറ്റുള്ളവർക്ക് സ്നേഹം നൽകണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ശ്വാസവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അവസാന ദിവസങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ തന്നെ നമുക്കായി മാറ്റിവെച്ചിരിക്കുന്ന ഈ സമയവും ഏറ്റവും അർത്ഥവത്തായി ഉപയോഗിക്കണം. നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുഖത്തേക്ക് അവസാനമായി നോക്കേണ്ടി വരുന്ന ആ നിമിഷത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. ചലനമറ്റ ശരീരത്തിന് മുന്നിൽ നിന്ന് അന്ന് നിങ്ങൾ കരയും.
അന്ന് നിങ്ങൾ പറയും, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ആ പിണക്കം അന്ന് മാറ്റാമായിരുന്നു എന്നൊക്കെ. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്, അന്ന് അവർക്ക് അത് കേൾക്കാൻ കഴിയില്ല. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ ആ കൈകൾ അന്ന് ഉയരില്ല. നമ്മുടെ കൂടെയുള്ള ഓരോ വ്യക്തിക്കും ഒരു അവസാന ദിവസമുണ്ട് എന്നത് ഒരു ഭീഷണിയല്ല, മറിച്ച് നമുക്ക് ലഭിച്ച അവസാനത്തെ മുന്നറിയിപ്പാണ്. ഇന്നിപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കൂ. ആരെയെങ്കിലും ഒന്ന് വിളിക്കാനുണ്ടോ? ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടോ? എങ്കിൽ അത് ഇപ്പോഴാട്ടെ. കാരണം നാളെ എന്നത് ഒരു വാഗ്ദാനം മാത്രമാണ്, അതൊരിക്കലും സംഭവിക്കണമെന്നുമില്ല. മരണത്തിനെ കൊണ്ടുപോകാൻ കഴിയാത്ത വിധം സ്നേഹം കൊണ്ട് അവരെ പൊതിയൂ. അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി പറയാൻ കഴിയണം, അവർ കൂടെയുള്ളപ്പോൾ ഞാൻ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഞങ്ങൾക്ക് സന്തോഷമുള്ള ഓർമ്മകൾ മാത്രമാണുള്ളത് എന്ന് ഓർക്കുക. സ്നേഹിക്കാൻ ഒരിക്കലും വൈപോരുത്. കാരണം നമ്മൾ കണ്ണടിച്ച് തുറക്കുന്ന വേഗത്തിൽ അത് നമ്മുടെ പ്രിയപ്പെട്ടവരെ കവർന്നെടുക്കും. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം മുതൽ സ്നേഹിച്ചു തുടങ്ങൂ. സ്നേഹം മാത്രം ബാക്കിയാക്കി നമുക്കും മടങ്ങാം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.